അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സുഖമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് മാതാപിതാക്കളുടെ ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരുടെ പ്രശ്നമാണ്. മക്കൾ പറഞ്ഞാൽ അനുസരണയില്ല, അവർക്ക് നമസ്കാരമല്ല, ദീനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വഴിവിട്ട പല ബന്ധങ്ങളിലുമായിട്ട് പോകുന്നു. ഇതൊക്കെ കൊണ്ട് മാതാപിതാക്കളായി നമ്മൾക്ക് വളരെ ഭയങ്കരമായ വിഷമമാണ്. നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ച് നമ്മുടെ ദീനിയായ ചിട്ടകളോട് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ പല രീതിയിൽ നടക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന വേദന പലതാണ്. നെഞ്ചു കുത്തി വലിക്കുന്നത് പോലുള്ള വേദനയാണ്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ മക്കൾ അതുപോലെ അല്ലാത്തത് കൊണ്ട് ഉള്ള വേദന വലിയതാണ്. അവർ നമസ്കരിക്കുന്നില്ല, ദീനിയായ ചിട്ടയിൽ വളരുന്നില്ല എന്നൊക്കെ തോന്നി നമ്മുടെ മനസ്സിന് വേദനയാണ്. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചിട്ട് നമ്മുടെ മക്കൾ പല രീതിയിൽ പോകുമ്പോൾ നാളെ ആഖിറത്തിൽ നമ്മൾ എന്ത് മറുപടി റബ്ബിനോട് കൊടുക്കും എന്നുള്ള ചിന്തയാണ് നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ നിമിഷവും നമ്മൾ നേറിയാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കളെ ദീനിയായ ചിട്ടയോട് വളർത്തുവാനും ദീനിയിലേക്ക് കൊണ്ടുവരാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും നിസ്കാരവും നല്ല സ്വഭാവമുള്ള മക്കളാക്കി വളർത്തുവാനും ഖുർആനിലെ ഒരു സൂറത്താണ് പറയാൻ പോകുന്നത്, ആയത്ത്. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ, അത് ഫലവത്താകുന്നതാണ്. അതിനു മുമ്പേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ വേറിട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഫത്ഹ്. ആ സൂറത്തുൽ ഫത്ഹിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് 7 പ്രാവശ്യം ഓതുക. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് ഓതി 7 പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതുക. അതിനുശേഷം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു നാമമുണ്ട്, യാ ഹാദി യാ അല്ലാ, യാ ഹാദി യാ അല്ലാ. ഈ നാമം 33 പ്രാവശ്യം ഊതി വെള്ളത്തിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ തുടർച്ചയായി 11 ദിവസമോ 21 ദിവസമോ 7 ദിവസമോ ഇങ്ങനെ കൊടുക്കുക. അവർക്ക് മാറ്റം വരുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് മാറ്റം വരിക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സത്രയ്ക്ക് വേദനാജനകമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഓരോ മാതാവും പിതാവും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഉമ്മമാർ ചെയ്യുന്നത് മക്കൾ നന്നാവാൻ വേണ്ടി അവർ ചെയ്യുന്നതിൽ അത്രയും ആത്മാർത്ഥത കാണുക തന്നെ ചെയ്യും. അത് പെട്ടെന്ന് ഫലം ലഭിക്കുകയും ചെയ്യും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. എല്ലാവരും ശ്രമിച്ചു നോക്കൂ, ഫലമുണ്ടാകുകയും ചെയ്യും. നമ്മുടെ മക്കൾ നമ്മുടെ ജീവനാണ്. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ ഗുണം ചെയ്യുവാൻ മക്കളെ കൊണ്ട് കഴിക്കുവാൻ സാധിക്കട്ടെ. മക്കൾ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരുടെ ചിരിയിൽ വീടിന് സന്തോഷവും അവരുടെ ദുആയിൽ ജീവിതത്തിൽ ബർക്കത്തും ഉണ്ടാകും. മക്കളെ നല്ല വഴിയിൽ വളർത്തുന്നത് ഈ ലോകത്തും ആഖിറത്തിലും നമ്മ മാതാപിതാക്കൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത്. ദീനീ ബോധമുള്ള മക്കൾ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അവരുടെ നല്ല സ്വഭാവവും ഈമാനും കുടുംബത്തിനും സമാധാനവും ബർക്കത്തും നൽകും. ഒരു നല്ല മകൻ്റെയോ മകളുടെയോ ദുആ മാതാപിതാക്കൾക്ക് മരണശേഷവും നേട്ടമായി തുടരും.